that is that it speaks to people. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഗൈസ്. ഇന്ന് ഞാനും എമിയും ഡിസ്നിലാൻഡ് പാരീസിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ആദ്യത്തെ ഡിസ്നിലാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഡിസ്നിലാൻഡ് പാരീസ് 1992 തുറന്നത്. അന്ന് ഇതിന്റെ പേര് യൂറോ ഡിസ്നി എന്നായിരുന്നു. പാരീസിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള മർനുല വാലെ എന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഡിസ്നിലാൻഡ് പാരീസ് റിസോർട്ട് ഏകദേശം 5500 ഏക്കറിൽ പരന്നു കിടക്കുന്നു. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആയിരക്കണക്കിന് ഫുട്ബോൾ ഗ്രൗണ്ട്സ് ഒറ്റ സ്ഥലത്ത് ചേർത്തതുപോലെ. ഇതിന്റെ ഉള്ളിൽ 2 വലിയ തീം പാർക്സ് ഉണ്ട്. ഡിസ്നിലാൻഡ് പാർക്ക്, വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോ പാർക്ക്. അതോടൊപ്പം ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പിംഗ് ഏരിയാസ്, കൺവെൻഷൻ സെന്റേഴ്സ്, എന്റർടൈൻമെന്റ് വെന്യൂസ്, ബേസിക്കലി ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് സിറ്റി. ഇവിടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബിൽഡിംഗ്സ് മാത്രമാണ്, പക്ഷെ പിന്നിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. എഞ്ചിനീയേഴ്സ്, ഡിസൈനേഴ്സ്, ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ക്ലീനേഴ്സ്, സെക്യൂരിറ്റി, ഫുഡ് ടീം, ഹോട്ടൽ ടീംസ്, ഓപ്പറേഷൻ ടീംസ്. ഒരു ചെറിയ നഗരത്തെ റൺ ചെയ്യാൻ വേണ്ടതെല്ലാം ഇവിടെ വേണം. ഡിസ്നിയുടെ ഫൗണ്ടർ വോൾട്ട് ഡിസ്നി ഒരു സിമ്പിൾ ഐഡിയയിൽ നിന്നാണ് തുടങ്ങിയത്. പീപ്പിൾ ലവ് സ്റ്റോറീസ്. അതാണ് മുഴുവൻ ബിസിനസിന്റെയും ഫൗണ്ടേഷൻ. കാരണം സ്റ്റോറീസ് ലാംഗ്വേജ് നോക്കില്ല, കൺട്രി നോക്കില്ല, ഏജ് നോക്കില്ല. ഒരു കുട്ടി മിക്കി മൗസ് കണ്ടിട്ട് സന്തോഷിക്കും, ഒരു അഡൽട്ട് സ്റ്റാർ വാർസ് കണ്ടിട്ട് സന്തോഷിക്കും, മറ്റൊരാൾ മാർവൽ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് സന്തോഷിക്കും. ഡിഫറെന്റ് സ്റ്റോറീസ്, സെയിം ഇമോഷൻ. ഇന്ന് ഡിസ്നി ലോകത്തിലെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് കമ്പനീസിൽ ഒന്നാണ്. മാർവൽ, സ്റ്റാർ വാർസ്, പിക്സാർ, നാഷണൽ ജിയോഗ്രഫിക്, 20th സെഞ്ച്വറി സ്റ്റുഡിയോസ് എല്ലാം ഡിസ്നിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ നടക്കുമ്പോൾ ഒരു പാർക്കിൽ മാത്രമല്ല നടക്കുന്നത്, ഡെക്കേഡ്സ് ഓഫ് സ്റ്റോറീസിന്റെ ഉള്ളിലൂടെയാണ് നടക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ വരുന്ന എല്ലാവർക്കും ഡിസ്നി ഒരേപോലെ ആയിരിക്കില്ല. ഒരു കുട്ടിക്ക് ഇത് പ്രിൻസസ്മാരുടെ ലോകമാണ്, ഒരു മാർവൽ ഫാനിന് ഇത് അവഞ്ചേഴ്സ് യൂണിവേഴ്സ് ആണ്, ഒരു സ്റ്റാർ വാർസ് ഫാനിന് ഇത് ഗാലക്സി ഫാർ ഫാർ എവേ ആണ്, മറ്റൊരാൾക്ക് ഇത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. പക്ഷെ എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് നടക്കുന്നത്. അതാണ് ഡിസ്നിയുടെ റിയൽ പവർ. അവർ റൈഡ്സ് ഉണ്ടാക്കിയിട്ടില്ല, അവർ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഇമോഷൻസ് ഉണ്ടാകുന്ന ഒരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഈ പ്ലേസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു മിറാക്കിൾ പോലെയാണ്. പക്ഷെ ഇവിടെ നടക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ചിന്തിക്കാതെ ഇരിക്കാൻ പറ്റില്ല. ഈ പ്ലേസ് ആക്ച്വലി എങ്ങനെ മണി ഉണ്ടാക്കുന്നു? കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് റൈഡ്സ് ആണ്, പക്ഷെ പിന്നിൽ നടക്കുന്ന ബിസിനസ് വേറെ ലെവലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ വരുന്ന ഒരു ഫാമിലി ടിക്കറ്റ് വാങ്ങും, പാർക്കിങ്ങിന് പേ ചെയ്യും, ഫുഡ് വാങ്ങും, ഡ്രിങ്ക്സ് വാങ്ങും, ഫോട്ടോസ് വാങ്ങും, സൊവനിയേഴ്സ് വാങ്ങും. ചിലർ ഹോട്ടലിൽ സ്റ്റേ ചെയ്യും, ചിലർ ഡിസ്നി പ്രോഡക്ട്സ് വാങ്ങും. ഒരു കസ്റ്റമർ പാർക്കിൽ കയറുന്ന നിമിഷം മുതൽ മൾട്ടിപ്പിൾ റവന്യൂ സ്ട്രീംസ് സ്റ്റാർട്ട് ചെയ്യും. ബിസിനസ് ലോകത്ത് ഒരു ഫേസ് ഉണ്ട്. ഡോണ്ട് മേക്ക് മണി വൺസ്, മേക്ക് മണി ഇൻ മൾട്ടിപ്പിൾ വേസ്. ഡിസ്നി അത് മാസ്റ്റർ ചെയ്ത കമ്പനിയാണ്. ഒരു കാര്യം സമ്മതിക്കണം, ഡിസ്നിയിൽ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയത് റൈഡ്സിന്റെ സ്പീഡല്ല, ടെക്നോളജിയാണ്. കാരണം നമ്മൾ റോളർ കോസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് ട്രാക്ക്, സ്പീഡ്, ടേൺസ് എന്നിവയാണ്. പക്ഷെ ഇവിടെ ടെക്നോളജി റൈഡ്സിന്റെ ഭാഗമല്ല, ടെക്നോളജി തന്നെയാണ് എക്സ്പീരിയൻസ്. ഫ്ലൈറ്റ് ഫോഴ്സ് പോലുള്ള റൈഡ്സ് നോക്കൂ. നിങ്ങൾ ഒരു സീറ്റിൽ ഇരിക്കുകയാണ്, പക്ഷെ കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഒരു ബിൽഡിങ്ങിനുള്ളിലാണെന്ന് മറന്നു, നിങ്ങൾ സ്പേസിലാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. സ്റ്റാർ വാർസ് റൈഡിൽ ലൈറ്റ്സ്, സൗണ്ട് എഫക്ട്സ്, പ്രൊജക്ഷൻസ്, ആക്സലറേഷൻ ഇതെല്ലാം കമ്പൈൻ ചെയ്തപ്പോൾ ഒരു പോയിന്റിൽ ടെക്നോളജി ഇൻവിസിബിൾ ആയി മാറുന്നു. നിങ്ങൾ ടെക്നോളജി കാണുന്നില്ല, നിങ്ങൾ സ്റ്റോറി ഫീൽ ചെയ്യുകയാണ്. ആക്ച്വലി അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി, കാണാൻ പറ്റാത്ത ടെക്നോളജി. ഇന്ന് നമ്മൾ AI, റോബോട്ടിക്സ്, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഡിസ്നി വർഷങ്ങളായി ഒരു കാര്യം ചെയ്യുകയാണ്, ടെക്നോളജി ഉപയോഗിച്ച് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു സ്ക്രീൻ എല്ലാവർക്കും ഉണ്ടാക്കാം, ഒരു പ്രൊജക്ടർ വാങ്ങാം, ഒരു സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ ആയിരക്കണക്കിന് ആളുകളെ ഒരേ സമയത്ത് വാവ് എന്ന് പറയിപ്പിക്കുക, അത് വേറെ ലെവൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെയുള്ള റൈഡ്സിൽ പലതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, സേഫ്റ്റി സിസ്റ്റംസ്, വിഷ്വൽ എഫക്ട്സ്, സ്റ്റോറി ടെല്ലിംഗ് ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് മാജിക് ഉണ്ടാകുന്നത്. പലപ്പോഴും ടെക്നോളജിയുടെ പീക്ക് എന്നത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നതല്ല, കൂടുതൽ സിമ്പിൾ ഫീൽ ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ചൈൽഡ് സ്പൈഡർമാനെ കാണുമ്പോൾ ടെക്നോളജി കാണുന്നില്ല, ഒരു ഫാമിലി ഫയർവർക്സ് കാണുമ്പോൾ ടെക്നോളജി കാണുന്നില്ല, അവർ എക്സ്പീരിയൻസ് ആണ് കാണുന്നത്. ഒരുപക്ഷെ ടെക്നോളജിയുടെ അൾട്ടിമേറ്റ് ഗോൾ അതായിരിക്കാം. മനുഷ്യർ ടെക്നോളജിയെ കുറിച്ച് മറക്കുക, എക്സ്പീരിയൻസ് മാത്രം ഓർക്കുക. അതിനാലാണ് ഡിസ്നിലാൻഡ് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ഫീൽ ചെയ്യാത്തത്. ചില സമയങ്ങളിൽ അത് ഫ്യൂച്ചറിലെ ഒരു സിറ്റി പോലെ ഫീൽ ചെയ്യും. കാരണം ഇവിടെ റൈഡ്സ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, ആൻഡ് സംഹൗ ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുമുണ്ട്. നമ്മൾ റൈഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ പറയുന്നത് എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ്, എന്തൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു എന്നല്ല. അതാണ് ടെക്നോളജി വിജയിച്ചതിന്റെ ഏറ്റവും വലിയ പ്രൂഫ്.
What's the name of the cartoon? Ratatouille. How is the tower, my love? How is the tower? ഇവിടെ വരുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് പിള്ളേർ കളിക്കുന്ന സ്ഥലമൊന്നാണ്, ശരിക്കും കാർട്ടൂൺ എന്തെങ്കിലുമൊക്കെ പരിപാടി. പക്ഷേ ഇത് വേറെ ലെവൽ പരിപാടിയാണ് കേട്ടോ ഇവിടെ. Okay, draining main frequency. Energizing. Allez, on avance. Occupez toutes les places disponibles. On n'a plus beaucoup de temps. Analyse des panneaux escamotables. Retractable panels analyzed. Recalibrage des sous-systèmes. Subsystems recalibrated. Maintenant, balance la source dans mes répulseurs. Repulsors augmented. Consider your hands juiced. Ça m'a l'air parfait. Friday. So glad you approved. Appelle Carole. Contacting Captain Marvel. Are you ready? Si je suis prêt, ça va pas vous parler. We've got a situation. As you know, 3 warheads are headed our way and we need your help.